നമ്മുടെ യാഷ് റോക്കി ഭായ് പുള്ളിയുടെ പുതിയ പടത്തിൻ്റെ ടീസർ പുള്ളിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടുള്ള വന്നിരുന്നു ടോക്സിക്. ആ പടം ഗീതു മോഹൻദാസ് പുള്ളിക്കാരത്തിരിയാണ് മൂവി. അതിനെ ചുറ്റി ഒരു പ്രസ്താവന നിതിൻ രഞ്ജി പണിക്കർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ കൊടുക്കാം. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസബ എന്ന് പറയുന്ന പടം തിയേറ്ററിൽ വന്നിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ അത് മമ്മൂട്ടി ഒരു പോലീസ് ഓഫീസറിൻ്റെ വയറിൻ്റെ ഇവിടെ കൊണ്ട് പിടിച്ചൊറ്റ വലി ചേർത്ത് പിടിക്കുന്ന ഒരു രംഗമുണ്ട്. യൂട്യൂബിൽ അടിച്ചാലും കാണാൻ പറ്റും, നടക്കുന്നില്ല. ആ രംഗത്തെ ചുറ്റിപ്പറ്റി ചില വിവാദം അറിയാണ് പാർവതി സംസാരിക്കുന്നുണ്ടായിരുന്നു. പടത്തിൻ്റെ പേര് പറയാതെ പാർവതി സംസാരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഗീതു മോഹൻദാസ് പറയുന്ന ഡയലോഗുണ്ട്. ആ ഡയലോഗാണ് നിതിൻ രഞ്ജി പണിക്കർ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തത്. നമുക്ക് ആ പഴയ ഗീതു മോഹൻദാസ് കസബയ്ക്കെതിരെ വെച്ച പണി ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ അടുത്തിറങ്ങിയ വൺ ഓഫ് ദ I would not like to say major hit ആയിരുന്നു എന്ന്. You would all know ഏത് സിനിമയാണ്. I wouldn't want to say it. And one of Kasaba is a movie that I unfortunately watched. And with all due respect to all the technicians who worked in the film, I was definitely disappointed to watch an actor par excellence, whom many films of his have watched, who happened to say certain dialogues which were not only derogatory but most saddening to a woman in a scene. Now, സിനിമ ജീവിതത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സംഭവമാണ്, സൊസൈറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ പറയുന്ന ഒരുപാട് ജനങ്ങളുണ്ട്, ശരിയാണ്. അങ്ങനെ ഗീതു മോഹൻദാസ് തള്ളി പാർവതിയെ കൊണ്ട് പറയിച്ചു. അന്ന് പാർവതി എയർ ലവ് ഒക്കെ ചെയ്തതാണ്. സംഗതി ആ പടത്തിലെ ആ രംഗം സ്ത്രീ വിരുദ്ധതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഗീതു മോഹൻദാസ് എന്നൊക്കെ പറയുമ്പം അവർ സ്വയം അവകാശപ്പെടുന്ന അവരൊരു സൊസൈറ്റിയിൽ ബുദ്ധിപരമായ പടങ്ങൾ ചെയ്യുന്ന ഒരു ബുദ്ധിജീവി എന്നുള്ള ഒരു സ്ത്രീകൾക്ക് വേണ്ടി നിലനിൽക്കുന്ന അങ്ങനെ ഒരു വ്യക്തിത്വം ഇപ്പം യാഷിനെ വെച്ച് ഈ മൂവി ചെയ്യുന്നതിൻ്റെ അകത്ത് അതിൻ്റെ രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നും അറിയത്തില്ല. യാഷ് കയറി വരുന്നു, മദ്യക്ക് മുഖത്തോടെ ഇങ്ങനെ ഒഴിച്ച് വിടുന്നു. അതിനെക്കുറിച്ച് ഒരുപാട് ട്രോൾസൊക്കെ വന്നിട്ടുണ്ട്. ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു വിടുമ്പം അങ്ങനത്തെ രംഗമാണ് ഇത്. നമ്മുടെ മമ്മൂട്ടി ഫാൻസ് അവർക്ക് കൊണ്ട്, കാരണം അവർക്കന്ന് കസബയിൽ ഗീതു പറഞ്ഞ കാര്യം അവരുടെ മൈൻഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവരാ ഒരു തക്കം കാത്തു നിൽക്കുമായിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പം ഇരട്ടത്താപ്പ. ഗീതു കേരളത്തിൽ നിൽക്കുമ്പം സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും കേരളത്തിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിയുമ്പം അതൊക്കെ വിട്ട് ഡ്യുവൽ പേഴ്സണാലിറ്റി. അവിടെ ഒരു പേഴ്സണാലിറ്റി, ഇവിടെ ഒരു പേഴ്സണാലിറ്റി. അത് മമ്മൂട്ടി ഫാൻസിന് കൊണ്ട് അതിനുള്ള തുടക്കം ഇട്ട് കൊടുത്തത് നിതിൻ രഞ്ജി പണിക്കർ. അതാണ് പുള്ളി പറയുന്ന ആ കമൻറ്റ്. പുള്ളിയാണല്ലോ ആ പടത്തിൻ്റെ ഡയറക്ടർ. ഇതാണ് ആ മാറ്റർ. അത് കയറി വരുന്ന സമയത്താണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഹണി ഇഷ്യൂ വന്ന് ഇത് ഡൗണായിപ്പോയി. അല്ലെന്നുണ്ടെങ്കിൽ ഇത് സിനിമാക്കാർക്കിടയിൽ ഒരു ചർച്ചാ വിഷയവും കസബയിലെ കാണിച്ച ആ രംഗത്തെക്കുറിച്ച് വീണ്ടും ഒരു ചർച്ചാ വിഷയമാണ് വേണ്ടി വന്ന നമ്മുടെ ഹൈദരാലിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് വേണമെടുത്തൊരു ഇൻ്റർവ്യൂ വരെ നടത്തി എന്തുകൊണ്ടാണ് അങ്ങനെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകളൊക്കെ വരാവുന്നതായിരുന്നു. പക്ഷേ ഇതാണ് മാറ്റർ. അതാണ് ഇതൊക്കെ ഒരു സിനിമയെ ബാധിക്കില്ല. യാഷിൻ്റെ പുതിയ പടം ടോക്സിക്. ആ പേര് തന്നെ ടോക്സിക് എന്നുള്ള പേരിട്ടിരിക്കുന്നത് എന്താ? ആ പടത്തിന് എനിക്ക് കണ്ടിട്ട് നല്ലൊരു പടമായിരിക്കും. ഒരു അണ്ടർ വേൾഡ്. ഗീതു മോഹൻദാസ് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, നമുക്ക് കേട്ടോ. A gangster film. It's a gangster genre with a female gaze. How about that? Well, it's done, so I'm just hoping to get things rolling pretty. നിവിൻ പോളിയൊക്കെ വെച്ച് പുള്ളിക്കാർ പടം ചെയ്തു. അതിനുശേഷം നിവിൻ പോളിക്ക് പിന്നെ വലിയ കേരളത്തിൽ പുള്ളിക്കാരത്തിയുടെ നിലപാടുകൾ വേറെ, കേരളത്തിന് പുറത്ത് വേറെ നിലപാട്. നമ്മൾ രണ്ട് വ്യക്തിത്വം. ഇത് മമ്മൂട്ടി ഫാൻസ് കൊണ്ട്. ഇപ്പം പുള്ളിക്കാരത്തി ഗാങ്സ്റ്റർ ചടം ചെയ്യുന്നതുകൊണ്ട് മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല. യാഷിനെ വെച്ച് പടം ചെയ്യുന്നത് മോശമെന്നല്ല നമ്മൾ പറയുന്നത്. പുള്ളിക്കാരത്തി കേരളത്തിൽ മമ്മൂട്ടിയുടെ പടത്തിനെടുത്ത നിലപാട് ഇവിടെ കാണിക്കുന്ന നിലപാടും രണ്ടാണ്. ഇത് ആണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇപ്പം പോസ്റ്റുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ കയറി വന്നത്. ഇപ്പം ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ ഇഷ്യൂ വന്നതോടുകൂടി അതങ്ങ് ഡൗൺ ആയി. ജസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്യുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.